നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠമായ കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ VSEPR തിയറിയാണ്. VSEPR തിയറി. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഈ വീഡിയോ കാണുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു സ്ട്രക്ചറിന്റെയും ഷേപ്പും ബാക്കി കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടും. അതെങ്ങനെയാണ്, ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ, തരുന്ന ഏത് കോമ്പൗണ്ട് കിട്ടിയാലും അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കും എന്ന രീതിയിൽ ഞാൻ ഗ്യാരണ്ടി തരാം, അത്ര ഉറപ്പായിട്ട് തരാം. പക്ഷെ വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, അപ്പം VSEPR തിയറിയിലോട്ട് പോവാം. അപ്പൊ ആദ്യം എന്താണ് VSEPR തിയറി പറയണ്ടേ? നോക്കിയോ, VSEPR തിയറി. VSEPR തിയറി. ഓക്കെ, VSEPR തിയറി എന്താണെന്ന് നോക്കാം. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുകൊണ്ട് ഈ ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവർ ദയവായി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി താഴെയിട്ടുണ്ട്, കാണുക. ഓക്കെ, അപ്പം വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഓക്കെ, അപ്പൊ നമുക്ക് ഓർമ്മയായിട്ട് നോക്കാം. വാലൻസ്, ഓക്കെ, അത് ഷെൽ എന്നറിയാലോ. നമുക്ക് ഷെൽ എന്നറിയാം. ഇതെന്താ നോക്കാം. ഷെൽ എന്താണ്? ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആറ്റം ഉണ്ടല്ലോ, ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസിന് ചുറ്റുന്നുണ്ട് കുറെ ഷെല്ലുണ്ടെന്ന് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത് ആണല്ലോ. ഓക്കെ, ആ ഷെല്ലാണ് ഈ ഷെല്ല്. ഓക്കെ, ഈ ഷെല്ലില് വാലൻസ് ഷെൽ എന്ന് അറിയണ്ടേ? നമ്മളൊരു കോമ്പൗണ്ട് എടുത്താൽ അതിന്റെ ഏറ്റവും പുറത്തുള്ള ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ലാണെന്ത്? നമ്മുടെ വാലൻസ് ഷെല്ല്. ഏറ്റവും പുറത്തുള്ള ഷെല്ല് ഏതാണോ ആ ഷെല്ലാണെന്ത്? വാലൻസ് ഷെല്ല്. ഉദാഹരണത്തിന് ഈ ആറ്റത്തിനാണെങ്കിൽ ഇതാണ് അതിന്റെ വാലൻസി. ചില ആറ്റത്തിന് എന്ത് ചെയ്യും? വീണ്ടും ഒരു ഷെല്ലൂടെ കാണും. അപ്പൊ അതാണ് അതിന്റെ വാലൻസ് ഷെല്ല്. ഓക്കെ, വാലൻസിയും വാലൻസും വേറെ വേറെയാണ്. ഓക്കെ, നമ്മള് വേറെ ടൈം പഠിച്ചിട്ടുണ്ട്. വാലൻസി എന്ന് പറഞ്ഞ് വേറെ ടൈം പഠിച്ചിട്ടുണ്ട്. അത് വേറെ ടൈമാണ്, എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഇത് വാലൻസി ആണ്. വാലൻസി എന്താണ്? വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് വാലൻസ് ഷെല്ല്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് വാലൻസ് ഷെല്ല്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ആണല്ലോ, ആ ഷെല്ലിന്റെ ഇലക്ട്രോണിനെ കുറിച്ചാണ് സംഭവം പറയുന്നത്. ഇനി അതിന്റെ പേര്, അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ പേരിന്റെ റിപ്പൽഷനെ പറ്റിയാണ് എന്താണ് നമ്മളെ ഈ വീഡിയോ. ഓക്കെ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, VSEPR തിയറി. അപ്പൊ ശരിക്കും എന്തിനാണ് ഈ VSEPR തിയറി ഉണ്ടെന്ന് അറിയാമോ? നമ്മൾ ലെവിസ് സ്ട്രക്ചർ വരച്ചില്ലേ? ലെവിസ് സ്ട്രക്ചർ വരച്ച സമയത്ത് നിങ്ങൾ കണ്ടു കാണും, നമുക്ക് ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അറിയാൻ പറ്റൂല. ഉദാഹരണത്തിന് ഞാനന്ന് വാട്ടർ വരച്ചപ്പോഴത്തേക്ക് വാട്ടർ എപ്പോഴും ഇങ്ങനെ വരച്ചു അല്ലെ? എപ്പോഴും ഇങ്ങനെ വാട്ടർ വരച്ച ഞാൻ. ഓക്കെ, വാട്ടർ എപ്പോഴും ഇങ്ങനെ വരച്ചു. എന്നാൽ അതേപോലെ ഇരിക്കുന്ന CO2 വരച്ച, CO2 വരയ്ക്കാൻ പറഞ്ഞ CO2 ഇങ്ങനെ വരച്ചു അല്ലേ? അവിടെയും 3 ആറ്റമാണ് ഉള്ളത്, ഇവിടെയും 3 ആറ്റമാണ് ഉള്ളത്. പക്ഷെ വരച്ച ഡിഫറൻസ് ഇല്ലേ? അത് എങ്ങനെയാണെന്ന് ലെവിസ് സ്ട്രക്ചറിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ലെവിസ് സ്ട്രക്ചർ ഒരിക്കലും ഷേപ്പ് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഷേപ്പിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏത് തിയറി വന്നേ. ഇനി 2 കാര്യം പറയാനുണ്ട്. ഒന്ന് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും. ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും. അതായത് നമ്മളൊരു ആറ്റത്തിനകത്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഒരു കോമ്പൗണ്ട് എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇപ്പം വാട്ടർ തന്നെ എടുക്കാം. വാട്ടർ, ഇതല്ലേ വാട്ടറിന്റെ സ്ട്രക്ചർ. ഓക്കെ, നോക്കിയാണേ ഈ വാട്ടറിന്റെ സ്ട്രക്ചറിനകത്ത് എന്താ, ഈ വരച്ചിരിക്കുന്ന ലൈനിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഇതല്ലേ ബോണ്ട്? ഇതൊരു ഓക്സിജനും ഹൈഡ്രജനും ചേർത്ത് ഉണ്ടാക്കിയ ബോണ്ടല്ലേ കാണുന്നത്. ഈ ബോണ്ടിങ്ങിനായിട്ട് ഉപയോഗിച്ച ഇലക്ട്രോൺ ആണ് ബോണ്ട് പെയർ ഇലക്ട്രോൺ. ഓക്കെ, ഈ ബോണ്ട് ഉണ്ടാക്കാനായിട്ട്, ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ഇലക്ട്രോണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് പെയർ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും പങ്കെടുക്കാതെ കുറെ 4 മാറി നിൽക്കില്ലേ? അങ്ങനെ ഒന്നിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഈ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ബോണ്ട് പെയർ ഇലക്ട്രോൺ എന്താണ്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ ഇലക്ട്രോൺ. ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഇലക്ട്രോണുകളെയാണ് ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് ഔട്ടർ മോസ്റ്റിലായിരിക്കും കേട്ടോ. ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്, ഇതെല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഓക്കെയാണ്, എല്ലാം വാലൻസ് ഷെല്ലാണ് പറയണേ. എല്ലാം വാലൻസ് ഷെല്ലിന്റെ കാര്യം മാത്രമാണ് പറയണത്. ഓക്സിജനകത്ത് വേറെ ഇലക്ട്രോൺ ഉണ്ട്, അതൊന്നും ലോൺ പെയർ ഇലക്ട്രോൺ അല്ല, അകത്തുള്ളതാണ്, അതൊന്നും അല്ല. വാലൻസ് ഷെല്ലിനകത്തുള്ള
ലോൺ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വാലൻസ് ഷെല്ലിലുള്ള എന്താണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഇലക്ട്രോൺ ആണ് ലോൺ പെയർ ഇലക്ട്രോൺ. ഓക്കെ, ബാക്കി അടുത്ത് പറയാനുണ്ട്. നോക്കിയോ, ഞാൻ എന്താ വീണ്ടും വാട്ടർ തന്നെയാണ് വരയ്ക്കുന്നത്. വാട്ടറിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒന്നാണ്. നോക്കിയാണേ, നമ്മളെ വാട്ടറിന്റെ സ്ട്രക്ചറായി. നോക്കിയാ, ഇതിനകത്ത് ഇതുപോലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്തുകൊണ്ട് ഒരു വലിയ വരയും, അതുപോലെ ഈ ഹൈഡ്രജനും ഓക്സിജൻ ചേർത്തുകൊണ്ട് ഒരു വരയും, ആ വരക്കകത്ത് തന്നെ ഇലക്ട്രോണിനെ പിടിച്ച് നിർത്തിയിരിക്കുന്ന പരിപാടിയാണോ ശരിക്കും? അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ വരയ്ക്കുന്നതല്ലേ? ഞാൻ ബോണ്ട് ലെങ്തും ബോണ്ട് ഓർഡറൊക്കെ പഠിപ്പിച്ചോ പറഞ്ഞാണ്. ഇതൊക്കെ നമ്മൾ വരയ്ക്കണല്ലേ? ശരിക്കും അങ്ങനെ ഉണ്ടാ? ഇല്ല. ഇവിടെ എന്താണ്? ഇതെല്ലാം ഇലക്ട്രോൺ ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ മാത്രമാണ്, ആണല്ലോ. ഓക്കെ, ഈ രണ്ട് ടേം പറയാനുണ്ട്. അതാണ് ലോക്കലൈസ്ഡും ഡീലോക്കലൈസ്ഡും. ലോക്കലൈസ്ഡും ഡീലോക്കലൈസ്ഡ്. ഓക്കെ, ഡീലോക്കലൈസ്ഡ് അതായത് നമുക്ക് ഈ ഹൈഡ്രജനും ഓക്സിജനും ഇടയ്ക്കുള്ള ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ പറഞ്ഞ രണ്ട് ഇലക്ട്രോണെ ഹൈഡ്രജനും ഓക്സിജനോട് തമ്മിൽ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ? ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ ഓക്സിജനും ഹൈഡ്രജനും ഇടയ്ക്കുള്ള ബോണ്ട് പേരിൽ ഉണ്ടാക്കിയ ഇലക്ട്രോണുകളെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? അപ്പൊ ആ ഇലക്ട്രോണിനെ രണ്ടാൾക്കാരും ഒരു പരിധിവരെയെങ്കിലും പിടിച്ചിരിക്കുകയല്ലേ? ആണല്ലോ. അങ്ങനെയുള്ള അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കലൈസ്ഡ്. കാരണം അതിന് വലിയ മൂവ്മെന്റ് ഒന്നുമില്ല, അവിടെ ലോക്കലായി പോയി, അവിടെ ലോക്കലൈസ് ഇരിക്കുക, അതിനെ അവിടെ അനക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണ്? ഈ രണ്ട് ഇലക്ട്രോണിനെയും ഹൈഡ്രജനും ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട്? അവര് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബോണ്ട് പേരാക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ മൂവ്മെന്റ് റിസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ഒരുപാട് മൂവ് ചെയ്യാനൊന്നും പറ്റൂല. അതിന്റെ ഓട്ടോ ഒക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കൊച്ചു സ്ഥലത്തേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓക്സിജനും ഇവിടെയുള്ള ഇലക്ട്രോണും ലോക്കലൈസ് ആയിപ്പോയി. കാരണം അവന് ആ സ്ഥലത്തെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നിന്ന് കളിക്കാൻ പറ്റുള്ളൂ. ആ ലോക്കൽ ഏരിയയിൽ മാത്രം നിൽക്കാൻ പറ്റും. പക്ഷെ മറ്റിന്റെ കാര്യം നോക്കടാ, ലോൺ പെയറിന്റെ. ഇവിടെ നോക്ക്, ഈ ലോൺ പെയർ നോക്ക്, അതിന് ആകപ്പാടെ പിടിച്ചിരിക്കുന്ന ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ കളിക്കാൻ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആരും ചോദിക്കാനില്ല, പറയാനുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതിലങ്ങ് പരിസ്ഥിതിയെ പറഞ്ഞ വിതിരിമ്പിച്ച് കിടക്കാം. എന്ത് ചെയ്യാം? എവിടെയാണോ പോയി കിടക്കാം, ദൂരെ പോയി കിടക്കാം, ആണല്ലോ അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? ദൂരെ പോയി കിടക്കാം. ഓക്കെ, അങ്ങനെ വിളിക്കുന്ന പേരാണ് ഡീലോക്കലൈസ്ഡ്. അതിനാരും പിടിച്ചിട്ടൊന്നുമില്ല. ആ പടം ഓക്സിജൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എവിടെയാണോ പോയി കിടക്കാം. അപ്പൊ അതിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ, അതിന്റെ ക്ലൗഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, ചിത്രശലം പോലെ വയല്ലേ? ഓക്കെ, എന്തായി? ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ലോക്കലൈസ്ഡ് ഡീലോക്കലൈസ്ഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നൊക്കെയാണ് ഈ രണ്ട് ഇലക്ട്രോണിനെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഇലക്ട്രോണുകളെ അവര് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് വലിയ ഏരിയ കിടന്ന് കറങ്ങാൻ പറ്റൂല. ഇതിന്റെ ഇടയിലുള്ള കുറച്ച് സ്ഥലത്ത് കറങ്ങാൻ പറ്റും. ആ ഏരിയയിൽ, ആ ലോക്കൽ ഏരിയയിൽ അടക്കാൻ പറ്റൂ. അതാണ് ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. പക്ഷെ ലോൺ പെയർ ഇലക്ട്രോൺ എന്തുണ്ട്? ആകപ്പാടെ ഓക്സിജന്റെ കൺട്രോളാണ് നിൽക്കണേ. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരുപാട് സ്ഥലമുണ്ട് ഓടി കളിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അത് ഡീലോക്കലൈസ്ഡ് ആണ്. ലോക്കൽ ഏരിയ ഒന്നുമില്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയാണേ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുണ്ട്. ലോൺ പെയർ റിപ്പൽഷൻ എന്ന് പറയണ, അതായത് ലോൺ പെയറുകളുടെ ഇടയ്ക്കുള്ള റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ. ആരെക്കാളും? ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. അവരെക്കാളും കുറവാണ് ആർക്ക്? ബോണ്ട് പെയർ റിപ്പൽഷൻ. നോക്കിയാണേ, അപ്പം ലോൺ പെയർ റിപ്പൽഷൻ ഏറ്റവും വലുത്. അതിനേക്കാളും കുറവാണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. ലോൺ പെയർ റിപ്പലാണ് ഏറ്റവും വലുത്. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പലാണ് അതിനേക്കാളും കുറവാണ്. പക്ഷെ ബോണ്ട് പെയറിനേക്കാളും കൂടുതലാണ്. സംഭവം വേറെ ഒന്നുമല്ല, കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഊഹിക്കാന്നേ ഉള്ളൂ. നോക്ക്, നോക്കിയാണേ, ഈ രണ്ട് ലോൺ പെയർ എന്താണ്? അവര് ഫ്രീ അല്ലേ? അപ്പൊ അടുത്ത് വരാൻ ശ്രമിക്കില്ല. പരമാവധി ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും, വളരെ ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യും? അവര് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽഷൻ ആണ് തിയറി. എന്ത് ചെയ്യും? മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാൻ ശ്രമിക്കും. കാരണം അവരെ പിടിച്ചതാവില്ലല്ലോ. അപ്പം ലോൺ പെയർ റിപ്പൽഷൻ ഭയങ്കര വലുതാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാം? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ മാക്സിമം ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും. ആ റിപ്പൽഷൻ വളരെ വളരെ വലുതാണ്. ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ ആവശ്യം വരും. ആ ലോൺ പെയർ റിപ്പൽഷൻ വളരെ വളരെ വലുതാണ്. അടുത്ത നമുക്ക് ലോൺ പെയർ ബോണ്ട് പെയറിനെയും ബോണ്ട് പെയറിനും ഈ അത് പറയുന്നത് ഇത് പറയാം. ബോണ്ട് പെയർ നമുക്ക് ഇവര് ഓൾറെഡി ഈ പറഞ്ഞ ഓക്സിജൻ ഹൈഡ്രജൻ ഇടയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ? അപ്പൊ അവർക്ക് വലിയ ദൂരെ പോയി നിൽക്കാനൊന്നും പറ്റൂല. കാരണം ഇവർ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഇവരെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് മാക്സിമം അകത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല.
അപ്പം അതുകൊണ്ടാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ ഏറ്റവും കുറവെന്ന് പറയാനുള്ള കാരണം. ബോണ്ട് പെയർ റിപ്പൽഷൻ കുറവെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവർ ഈ ആറ്റത്തിനകത്ത് രണ്ട് ആറ്റത്തിനിടയ്ക്ക് എന്തുണ്ട്, ഇടയ്ക്ക് ജാമ ഇരിക്കില്ലേ, അപ്പൊ അതിന്റെ സ്വന്തം ശതമാനം ദൂരെ പോയി നിൽക്കാൻ പറ്റില്ല, ലോക്കലൈസ്ഡ് ആയി പോയി. ഓക്കെ, അതുകൊണ്ടാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ ഏറ്റവും കുറവെന്ന് പറഞ്ഞത്. അപ്പൊ അതിനിടയ്ക്ക് ആര് നിൽക്കും? ലോൺ പെയർ റിപ്പൽഷൻ. ഇവിടെ ഭയങ്കര കൂടുതൽ, ഇവിടെ ഭയങ്കര കുറവ്. അപ്പൊ അതിനിടയ്ക്കുള്ള വാല്യൂ ആണ് എന്ത്? ലോൺ പെയർ ബോണ്ട് പെയർ. അതായത് ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൽഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറയാം ലോൺ പെയർ റിപ്പൽഷൻ ഏറ്റവും വലുത്, അതിനേക്കാളും കുറവാണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ഏറ്റവും കുറവാണ് ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, ഇനി മായ്ക്കട്ടെ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാ ടൈമും പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാം പറയാണ്ടെങ്കിൽ കൂടെ എടുക്കുന്നതിനെ കൂട്ടത്തിൽ പറയാം. എന്നൊക്കെയാണ് ഇനി എന്താണ് തിയറി പറയണേ നോക്കാം. ഈ തിയറി പറയണതൊക്കെയാണ് വാലൻസ് ഷെല്ല് ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറി അല്ലെ. വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളുടെ റിപ്പൽഷൻ. അപ്പൊ എന്താ അറിയാമോ, ഇവരുടെ ഈ വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിന്റെ റിപ്പൽഷൻ കാരണം അവരെന്ത് ചെയ്യില്ല, എല്ലാ ഇലക്ട്രോൺസ് അല്ലേ അടുത്ത് വരാൻ പറ്റുമോ? ഇല്ല, ദൂരെ പഞ്ഞിക്കും. മാക്സിമം എന്ത് ചെയ്യും? ദൂരെ പഞ്ഞിക്കാൻ ശ്രമിക്കും. ഇതാണ് ആര് പറയണേ? BSPR തിയറി പറയണേ. ഓക്കെയാണേ, വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണുകളുടെ റിപ്പൽഷൻ അവരെന്ത് ചെയ്യും? റിപ്പൽഷൻ സംഭവിക്കും. എപ്പോഴും റിപ്പൽഷൻ സംഭവിച്ച് എന്ത് ചെയ്യണം? മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി എന്ത് ചെയ്യും? ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ദൂരെ ആക്കാൻ ശ്രമിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വാട്ടർ പറഞ്ഞില്ലേ, വാട്ടർ ബെസ്റ്റ് എക്സാമ്പിള് നമുക്ക് ഓക്സിജൻ. എന്നൊക്കെയാ ഞാൻ പറഞ്ഞില്ലേ, ലോൺ പെയർ റിപ്പൽഷൻ അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ലോൺ പെയർ എന്ത് ചെയ്യും? പരമാവധി അവര് തമ്മിൽ ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും. ഇനി എന്താണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടുതലല്ലേ. അപ്പൊ നമുക്ക് ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയർ തമ്മിൽ റിപ്പൽഷൻ കൂടുതലല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഇതിനടുത്ത് ഇങ്ങോട്ട് അടിച്ചു വെക്കും. അപ്പൊ എന്ത് ഇവിടെ ആയിരിക്കൂല, കുറച്ച് അടുത്തോട്ട് വരും. ഓക്കെ, അതേ സംഭവം ഇവിടെ നടക്കുള്ളൂ. ഇവിടെ എന്താണ്? ഇവിടെ ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിൽ എന്താണ്? റിപ്പൽഷൻ കൂടുതൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? കുറച്ചുകൂടെ അവത്തോട്ട് അടിച്ചു വെക്കും. കാരണം എന്താണ്? ബോണ്ട് പെയർ റിപ്പൽഷൻ കുറവാണ്. ലോൺ പെയർ രണ്ടപ്പുറത്ത് വരച്ചത് കാരണം അവര് പറ്റുന്ന പരമാവധി ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ലോൺ പെയർ റിപ്പൽഷൻ വളരെ വളരെ കൂടുതലാണ്. ആരെക്കാളും? ലോൺ പെയർ ബോണ്ട് പെയറിനെക്കാളും അതിനേക്കാളും കുറവാണ്. ആരാലും കൂടുതലാണ്? ബോണ്ട് പെയർ റിപ്പൽഷനെക്കാളും കൂടുതലാണ്. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യും? ഇത് വളരെ അടുത്തടുത്ത് വരും. ഓക്കെ, ഇനി നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാം. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണം. വയ്ക്കണേ, നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ബാക്കിൽ ഒരു ടേബിൾ എഴുതിയിട്ടുണ്ട്. ആ ടേബിൾ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം ആ ടേബിള് ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മറ്റൊരു കാര്യം, ഇവിടെ കണ്ട എഴുതിക്കണ്ട ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ വഴിയാണ് എന്ത് ചെയ്യണേ? ഞാൻ സ്ട്രക്ചർ വരയ്ക്കാൻ പോണേ. ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ ഇനി പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ. ഇനിയാണ് വരേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ഇട്ടേ പറഞ്ഞാൽ ഇതാണ് ഏറ്റവും എളുപ്പം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഞാൻ ആ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ചെയ്യും, അവിടെ എന്ത് ചെയ്യും? സ്ട്രക്ചർ വരയ്ക്കും. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ ഭയങ്കര പാട് ടോപ്പിക്കാണെന്ന് വിചാരിക്കരുത്. സിമ്പിൾ ആണ്, അത് കണ്ടുപിടിക്കാനേക്കാളും സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ബോണ്ട് പെയർ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ എന്ത് ചെയ്യും? റിപ്പൽഷൻ കൂടുതലല്ലേ. അപ്പൊ ഈ ലോൺ പെയർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യും? കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടാ. ലോൺ പെയർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ട്രക്ചറിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ എഴുതിക്കണ ഫുള്ള് ബോണ്ട് പെയർ മാത്രമുള്ളതാണ്, ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എന്ന കണക്കിലാണ് ഞാൻ എഴുതിക്കണേ. ഓക്കെ, അപ്പൊ ലോൺ പെയർ വരെയാണെങ്കിൽ ഇതിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, പോവാം. ഇതൊക്കെയാണേ ഹൈബ്രിഡൈസേഷൻ SP ആണെങ്കിൽ എന്താണ്? ആ കോമ്പൗണ്ടിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടേബിൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സ്ട്രക്ചർ ഭയങ്കര ഈസിയാണ് കേട്ടാ. അപ്പം SP ആണെങ്കിൽ ലീനിയർ ആണ് ഷേപ്പ്. ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഒരു AB2, അതായത് മൊത്തം 3 എന്നുള്ള ഒരു കോമ്പൗണ്ട്. നടുക്കുള്ള ഒരു കോമ്പൗണ്ട് ആണ് നടുക്കുള്ള ആറ്റമാണ് A, രണ്ടെണ്ണം അപ്പുറപ്പുറമായിട്ടിരിക്കും അങ്ങനെ. ഓക്കെ, അടുത്ത SP2 ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലെയിനർ ആണ്. അവർക്കിടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ഉദാഹരണത്തിന് AB3. ഓക്കെ, ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. സിമ്പിൾ ആണ് സാധനം. SP3 ആണെങ്കിൽ
ടെട്രാഹെഡ്രലാണ്. അവർക്കിടയ്ക്കുള്ള ആംഗിൾ 109.5 ഡിഗ്രി 109.5 ഡിഗ്രിയാണ്. അപ്പൊ AB4 വരും. ഇതൊന്നും നിങ്ങൾ ഒന്നും കാണാൻ പഠിക്കണ്ട കേട്ടോ, ഒന്നും കാണാൻ പഠിക്കണ്ട. അടുത്ത sp3d ആണെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡലാണ്. 120 ഡിഗ്രിയും വരും 90 ഡിഗ്രിയും വരും. എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ വരുമെന്ന്. AB5 ആയിരിക്കും ഷേപ്പ്. AB5 കോമ്പൗണ്ട് AB5 ആണ്. AB5 എന്ന രീതിയിലാണ് കോമ്പൗണ്ട് വരുന്നത്. അടുത്ത sp3d2 ഒക്ടാഹെഡ്രലാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് സ്ക്വയർ ബൈപിരമിഡൽ എന്ന്. പറഞ്ഞുതരാം എന്താണെന്ന്. 90 ഡിഗ്രി. അപ്പൊ AB6. ജസ്റ്റ് ഇത് മാത്രം നിങ്ങളൊന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പിന്നീട് ആവശ്യം ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ മാറിത്തരാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിശ്വസിക്കുന്നു. എടുത്തു വെക്കണം, കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാം എന്താണ്? ഈ പറഞ്ഞ എല്ലാം ബോണ്ട് പെയർ മാത്രമേ ഉള്ള അവസ്ഥയാണ്, ലോൺ പെയർ ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ലോൺ പെയർ എന്ത് ചെയ്യും? അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും. ആ എഫക്ട് കാരണം എന്ത് ചെയ്യും? ഈ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്താണ് നമുക്ക് നോക്കാം. ആദ്യം ഓരോ സെക്ഷനിൽ വരച്ച് പഠിക്കാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കും നോക്കാം. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ VSAPR തിയറി ഉണ്ടല്ലോ, VSAPR തിയറിയിൽ നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടാക്കി, ഉദാഹരണം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ ബോണ്ട് ആക്കി കണക്കാക്കുള്ളൂ. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 ബോണ്ടാണ് മനസ്സിലാക്കൂല, സിംഗിൾ ബോണ്ട് കണക്കാക്കും. ട്രിപ്പിൾ ആയാലും ശരി തന്നെ സിംഗിൾ ബോണ്ട് ആക്കി മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസേഷൻ എടുക്കുന്നതാണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു കോമ്പൗണ്ട് തരും. ആ കോമ്പൗണ്ട് തന്നിട്ട് അതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ടെന്ന് ചോദിക്കും, എത്ര ലോൺ പെയർ ഉണ്ടെന്ന് ചോദിക്കും, അതിന്റെ ഹൈബ്രിഡേഷൻ ചോദിക്കും, അതിന്റെ ആംഗിൾ എത്രയും ചോദിക്കും, അതിന്റെ ജോമെട്രി ഷേപ്പ് എത്ര ചോദിക്കും. ഇങ്ങനെ 5 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ക്ലാസ് എടുത്ത് പോണം. ഓക്കെ, നമുക്ക് നോക്കാം ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിൽ കൂട്ടിയാൽ മതി. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ബോണ്ട് പെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സെൻട്രൽ ആറ്റം ആ സെൻട്രൽ ആറ്റം ബാക്കി എത്ര ആറ്റമായിട്ട് കമ്പയർ ആയിട്ടുണ്ട്, ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഞാനിവിടെ CH4 ഉണ്ടെന്ന് വെച്ചോ. CH4 കാർബണിലെ സെൻട്രൽ ആറ്റം 2 രീതി നോക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരാണോ അവരാണ് സെൻട്രൽ ആറ്റം, അല്ലെങ്കിൽ ലീസ് ഇലക്ട്രോൺ നെഗറ്റീവ് ആരാണോ അവരാണ് സെൻട്രൽ ആറ്റം. അപ്പൊ നമുക്ക് കാർബൺ ഒറ്റയ്ക്കല്ലേ. അപ്പൊ ഇതിന്റെ ബോണ്ട് പെയർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കാർബണിന് ചുറ്റും എത്ര ആറ്റം ഉണ്ട്? 4 എണ്ണം. അങ്ങനെയാണെങ്കിൽ ബോണ്ട് പെയർ 4. ലോൺ പെയർ കണ്ടെത്താനായിട്ട് നോക്കാം. കാർബൺ അറ്റോമിക് നമ്പർ എത്ര? 6. സോ 2 4 അല്ലേ പോണേ. അപ്പൊ അതിന്റെ വാലൻസ് എത്ര ഉണ്ട്? വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺ ഉണ്ട് ആണല്ലോ. അപ്പൊ ആ 4 ഇലക്ട്രോണും ഓരോ ഹൈഡ്രജൻ കൊടുത്തിരിക്കുകയല്ലേ അല്ലേ? കാരണം കോവലന്റ് ബോണ്ടിങ് അല്ലേ. അങ്ങോട്ടെണ്ണം കൊടുത്ത് തിരിച്ചും ഇങ്ങോട്ടെണ്ണം വായിക്കും, അങ്ങനെ 4 ലംഘിക്കല്ലേ. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4 മൈനസ് ഇവിടെ 4 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ലോൺ പെയർ എത്ര? 0. ഇവര് തമ്മിൽ കൂട്ടുക. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ എത്ര? 4 + 0 4. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എത്ര? CH4 4 ആണ്. അപ്പോഴും നോക്കിക്കോണേ, ഞാൻ ഇവിടെ കിട്ടി 4 എന്ന് കിട്ടി. ഇവിടെ ഞാൻ എടുത്ത എന്താണ്? ബോണ്ട് പെയർ. ഇവിടെ കാർബൺ എത്ര ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് മാത്രമേ നോക്കിയുള്ളൂ. അതുകൊണ്ടാണ് ബോണ്ട് പെയർ 4 എടുത്തത്. ഓക്കെ, അതുപോലെ ലോൺ പെയർ എന്താണ് ചെയ്തത്? ഞാൻ ഇവിടെ ഈ കിട്ടിയ ബാലൻസ് ഷെല്ലിൽ 4 മൈനസ് ഈ 4 എടുക്കാനുള്ള കാരണം ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിയാം ഇത് ഉറപ്പായിട്ടും ഈ 4 എണ്ണം ഇവർക്ക് കൊടുക്കുകയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഞാൻ ഈ പറഞ്ഞ 4 മൈനസ് 4 ഡാറ്റ എടുത്തത്. നമുക്ക് വേറൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഡബിൾ ബോണ്ട് വരുന്നത്, അപ്പൊ കാര്യം മനസ്സിലാവും. നോക്കിയാണേ. ഓക്കെ, നോക്കിയോ, ഞാൻ ഒരു SO2 എടുക്കുക. SO2 ഹൈബ്രിഡേഷൻ എത്ര ആയിരിക്കും? അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ എന്നാണല്ലോ പറഞ്ഞത്. നോക്ക്, ബോണ്ട് പെയർ എത്ര? സൾഫർ ആണ് ഇവിടെ സെൻട്രൽ ആറ്റം. എത്ര ലംഘിയിട്ടുണ്ട്? 2 ഓക്സിജൻ ആയിട്ട്. അപ്പൊ ബോണ്ട് പെയർ എത്ര? ബോണ്ട് പെയർ 2 ആണ്. പ്ലസ് ലോൺ പെയർ നോക്കാം. ആരാണ്? സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. സോ 2 8 6. വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട് ആണല്ലോ. ശ്രദ്ധിക്കണേ, 6 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6 ഇലക്ട്രോൺ ഉണ്ട്.
നമുക്കറിയാം ഈ ഓക്സിജൻ എപ്പോഴും എന്ത് ചെയ്യും, ഡബിൾ ബോണ്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ആണല്ലോ. ഓക്സിജൻ എപ്പോഴും ഡബിൾ ബോണ്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഷേപ്പ് ഇതല്ല, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി എടുത്തതാണേ. ഡബിൾ ബോണ്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ശ്രദ്ധിക്കണേ. അപ്പോഴ് ഈ സൾഫറിന് മൊത്തം 6 ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതെ സൾഫർ ഇവിടെ ഒരെണ്ണം കൊടുക്കും, ഇവിടെ ഒരെണ്ണം കൊടുക്കും, ഇവിടെ ഒരെണ്ണം കൊടുക്കും, ഇവിടെ ഒരെണ്ണം കൊടുക്കും ആണല്ലോ. ശ്രദ്ധിക്കണേ, സൾഫർ 6 എണ്ണത്തിൽ 4 എണ്ണം കൊടുക്കും. കാരണം എന്താണ്, ഓക്സിജൻ എപ്പോഴും ഡബിൾ ബോണ്ടേ പ്രൊഡ്യൂസ് ചെയ്യൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, സൾഫർ ഓൾറെഡി 4 എണ്ണം കൊടുത്തു. അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ, ബാക്കി 2 എണ്ണേ ഉള്ളൂ. അത് 2 എണ്ണമാണ് ലോൺ പെയർ. ശ്രദ്ധിക്കണമെങ്കിൽ കൂടി സൾഫർ മൊത്തം 6 എണ്ണം ഉണ്ട്. ഓക്കെ, 6 എണ്ണം ഉള്ളതില് 4 എണ്ണം എന്ത് ചെയ്യും, 4 എണ്ണം ഒരു ഓക്സിജൻ 2 എണ്ണം വെച്ച് വേണം. കാരണം ഓക്സിജൻ ഡബിൾ ബോണ്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം ഒരു ഓക്സിജന് 1 2 3 4 എണ്ണം പോകും. അങ്ങനെ സൾഫർ ഉണ്ടായിരുന്ന 6 എണ്ണത്തിൽ 4 എണ്ണം പോകും. ബാക്കി 2 എണ്ണം എന്താവുള്ളൂ, നോൺ പെയർ ആകത്തുള്ളൂ. എങ്ങനെ എടുക്കാം നോക്കിയാണ്, സൾഫർ 6 ആണ്, ഒരു ഓക്സിജൻ 2 എണ്ണം വേണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം വേണം. സോ 4 എണ്ണം പോയി. അപ്പൊ 6 - 4 വരും ഇവിടെ. അപ്പൊ 2 ആണെന്ത്, ലോൺ പെയർ. ലോൺ പെയർ ഇലക്ട്രോൺ 2 എണ്ണം ഉണ്ട്. ശ്രദ്ധിക്കണേ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 2 എണ്ണം ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ലോൺ പെയർ ഒന്നല്ലേ ഉള്ളൂ, ഇലക്ട്രോൺ 2 എണ്ണം ഉണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 2 എണ്ണം ഉണ്ട്. 2 ഇലക്ട്രോൺ ചേരുമ്പോഴേ ഒരു പെയർ ആവത്തുള്ളൂ. അപ്പൊ 2 + 1 3 ആണ് ഇവിടെ ഹൈബ്രിഡേഷൻ പറഞ്ഞത്. ശ്രദ്ധിക്കണേ, വളരെ 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 ഇമ്പോർട്ടന്റ്. നോക്കിയോ, ഇവിടെ ബോണ്ട് പെയർ കണ്ടെത്തി. ബോണ്ട് പെയർ കണ്ടെത്താനായിട്ട് സൾഫർ എന്ത് ചെയ്തു, സൾഫർ എത്ര ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ നോക്കി. ഇത്ര എണ്ണം 2 എണ്ണമായിട്ട് 2 എണ്ണം പ്ലസ് ലോൺ പെയർ കണ്ടെത്താനായിട്ട് സൾഫർ എന്ത് ചെയ്തു, സൾഫർ 16 ആണ്, 2 8 6. സോ 6 എണ്ണം ഉണ്ടത് ബാലൻസ് ഷെല്ലില്. അപ്പൊ 6 - 2 എടുത്തുള്ളതിൽ തെറ്റിപ്പോകും. കാരണം ഓക്സിജൻ എന്താണ്, ഡബിൾ ബോണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പം ഡബിൾ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓൾറെഡി 2 എണ്ണം വെച്ച് ഒരു ഓക്സിജൻ 2 എണ്ണം വേണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം വേണം. അപ്പൊ 4 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കൊണ്ടുപോയി, ബാക്കി 2 എണ്ണേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് ലോൺ പെയർ 2 എണ്ണം കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ 6 - ഒരു ഓക്സിജൻ 2 എണ്ണം വേണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം വേണം. 6 - 4 6 - 4 2. ഓക്കെ, അങ്ങനെ കണ്ടെത്താം. അല്ലെങ്കിൽ ഇതുപോലെ പടം വരച്ച് നോക്കിയാൽ കിട്ടും നമുക്ക്. ഇങ്ങനെയാണ്, അങ്ങനെ 2 കിട്ടി. ഈ 2 കിട്ടുന്ന അർത്ഥം ഇത് 2 ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. 2 ഇലക്ട്രോൺ നമുക്ക് വേണ്ടത് പെയർ ആണ്. 2 എണ്ണം ചേരുമ്പോ ഒരു പെയർ ആവത്തുള്ളൂ. സോ ഇവിടെ 1 വരും. ഇവിടെ 4 ആയിരുന്നെങ്കിൽ 2 രൂപയായിരുന്നു. ഓക്കെ, കാരണം 2 എണ്ണം ചേരുമ്പോഴാണ് ഒരു പെയർ. എന്ത് ചെയ്യാം, 3 കിട്ടി. ഇങ്ങനെ എന്തും കണ്ടെത്താം. ഇനി വേറെ ഇതിനെ നമ്മൾ sp2 എന്ന് പറയും കേട്ടോ. അതൊക്കെ പറഞ്ഞുതരാം അങ്ങോട്ട് വരുമ്പം. ഇനി ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ നോക്കാം, നോക്കിയാണേ നോക്കാം. ഒരു കോമ്പൗണ്ടിന് ചാർജ് ഉണ്ട് നോക്കിയാൽ, ഉദാഹരണത്തിന് SO4 2- എടുക്കാം. നോക്കിയാ, സൾഫർ എത്ര ഉണ്ട്, ഹൈബ്രിഡേഷൻ കണ്ടുപിടിക്കാൻ പോവേണേ. ഹൈബ്രിഡേഷൻ സൾഫർ എത്രയാണ്, സൾഫർ അല്ല, എത്ര ഉണ്ട്, 4. ബോണ്ട് പെയർ 4, ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണ്. ബോണ്ട് പെയർ എത്രയാണ്, 4 പ്ലസ് നോക്ക് ലോൺ പെയർ കണ്ടെത്താം. ശ്രദ്ധിച്ചോണേ, ഇവിടെ ഓക്സിജൻ ഞാൻ പറഞ്ഞു, ഓക്സിജന് ഇവിടെ സൾഫർ എന്നൊക്കെ, സൾഫർ 16 ആണ്. സോ 2 8 6 ആണല്ലോ. ഇതാണ് സൾഫറിന്റെ ശരിക്കുള്ളത്, 2 8 6. പക്ഷേ ഇവിടെ എന്തുണ്ട്, -2 ഉണ്ടല്ലേ. അതായത് ഓൾറെഡി 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതെവിടെ വാങ്ങിക്കോളൂ, ബാലൻസിലല്ലേ വാങ്ങിക്കോളൂ. അപ്പൊ അവിടെ എന്താകും, 2 8 8 ആകും. 8 മനസ്സിലായ, അങ്ങനെയാണ്. ഇവിടെ ഓൾറെഡി 2 എണ്ണം വാങ്ങിച്ചു. അപ്പൊ ആ -2 ഉണ്ട്. ആ മൈനസ് എവിടെ വാങ്ങിക്കത്തുള്ളൂ, ബാലൻസിലല്ലേ വാങ്ങിക്കൂ. അപ്പൊ എത്രയും 2 8 8 ആയി. 8 എണ്ണാലോ. അപ്പൊ ബാലൻസ് ഇത്ര എളുപ്പം, 8 ആണ് ബാലൻസ് ആണല്ലോ. ഈ 8 എണ്ണത്തിൽ ഓക്സിജന് ഒരെണ്ണത്തിന് 2 എണ്ണം വേണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം വേണം. സോ 4 ഓക്സിജൻ 8 എണ്ണം വേണ്ടേ. അപ്പം 8 - 8 വരും, =0. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 0, ലോൺ പെയർ 0. സോ 4 ആണെന്ത്, നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. അതായത് sp3 എന്ന് വരും. അതെന്താണ് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ പ്ലസ് ആയിരുന്നു എങ്ങനെ ചെയ്താനെ, ഇവിടെ കുറയ്ക്കേണ്ടി വന്നേരായിരുന്നു. അത്രേ ഉള്ളൂ, സംഭവം സിമ്പിൾ ആണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും എളുപ്പം. ഇതിപ്പോ ബോണ്ട് പെയർ കണ്ടെത്താം, ലോൺ പെയർ കണ്ടെത്താം, അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ, ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഹാഫ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് കുറച്ച് കോമൺസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ബോണ്ട് പെയർ എപ്പോഴും നമ്മൾ എടുക്കുന്നത് സിംഗിൾ ബോണ്ട് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, പണി കഴിഞ്ഞ്. പിന്നെ ലോൺ പെയർ ഈ രീതി കണ്ടെത്തുക. ഓക്കെ, ഇതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ, അതിന് ആവശ്യമില്ല കുട്ടികളെ. ഇതാണ് എളുപ്പം. 2 ചെയ്യുന്നത് മനസ്സിലാവും. ഇത് ഒരെണ്ണം അല്ലേ ചെയ്തോളൂ, എല്ലാത്തിനും ഒന്നല്ലേ ചെയ്തോളൂ. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ദിവസം ചെയ്തോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇത് നല്ല മനസ്സിലാവും. ഓക്കെ, വയ്ക്കാം.
ഒരു +1 ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് നേരെ നമുക്ക് പാഠത്തിലോട്ട് പോകാം. നോക്കിയാണേ, ഒരു NH4 എടുക്കാം. ഹൈബ്രിഡൈസേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ എത്ര? ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലേ. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണ്. ബോണ്ട് പെയർ എത്ര? 4 എണ്ണം ഉണ്ടല്ലേ. 4 ആയിട്ട് ലിങ്ക് ചെയ്യാണ്. പ്ലസ് ലോൺ പെയർ എത്താം. നോക്കിയാണേ, അതിന് മുമ്പ് നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. സോ 2 5 നോക്ക്, 5 എണ്ണം ഉണ്ട് ഔട്ടർ മോസ്റ്റില്. അപ്പോഴാണ് അത് +1 അല്ലേ. ഒരെണ്ണം കൊടുത്തു അല്ലേ. ഇലക്ട്രോൺ കൊടുക്കുമ്പോഴല്ലേ പ്ലസ് ആയിട്ടുന്നേ. അപ്പൊ ഓൾറെഡി ഒരെണ്ണം കൊടുത്തു. അപ്പൊ എന്തായി? ഇവിടെ 5 അല്ല 4 ഉള്ളൂ ആണല്ലോ. ഈ 4 എണ്ണം എന്തുണ്ട്? നേരത്തെ പറഞ്ഞ കണക്ക് ഹൈഡ്രജന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓറഞ്ച് കൊടുത്തിക്കല്ലേ. അപ്പൊ എന്ത് ചെയ്യും? 4 എണ്ണം പോയല്ലോ. അപ്പൊ 4 - 4 = 0. അപ്പൊ ലോൺ പെയർ ഇവിടെ 0 വരും. ലോൺ പെയർ 0. ഹൈബ്രിഡേഷൻ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. നമുക്ക് ഈ കിട്ടുന്ന ഉത്തരം വെച്ചാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോണേ. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാറ്റണേ. ഓക്കെ, നമുക്കൊരു ഉത്തരം കിട്ടിയില്ലേ? ആ കിട്ടുന്ന ഉത്തരം 2 ആണെങ്കിൽ അത് എസും പിയും, അതായത് എസിൽ 1 പിയിൽ 1. അപ്പൊ കൂട്ടാൻ പറ്റാ 2. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമല്ല. 3 ആണെങ്കിലോ എസ് പി 2, കാരണം എസിൽ 1 പിയിൽ 2, 3 ആയല്ലോ. 4 ആണെങ്കിലോ എസ് പി പിയിൽ 3 അല്ലേ. എസിൽ 1 പിയിൽ 3. ഓക്കെ. അപ്പൊ 5 ആണെങ്കിലോ എസിൽ 1 പിയിൽ 3 ഡിയിൽ 1. 3 4 5. ഓക്കെ. 6 ആണെങ്കിൽ എസിൽ 1 പിയിൽ 3 ഡിയിൽ 2. അപ്പൊ 7 ആണെങ്കിൽ എസിൽ 1 പിയിൽ 3 ഡിയിൽ 3. അടുത്ത അടിക്കും എസിൽ 1 പിയിൽ 3 ഡിയിൽ 4. അടുത്തതോ എസിൽ 1 പിയിൽ 3 ഡിയിൽ 5. അത്ര വരെ പോണ്ട, ആവശ്യം വരും. തൽക്കാലം അത്ര വരെ പോണ്ട. ഓക്കെ. 2 ആണെങ്കിൽ എസിൽ 1 പിയിൽ 1. വേറൊന്നും ആലോചിക്കേണ്ട കുട്ടികളെ. എസ് പരമാവധി 1 വരെ പറ്റത്തുള്ളൂ. പി പരമാവധി 3 വരെ പറ്റത്തുള്ളൂ. ഡി പരമാവധി 5 വരെ പറ്റത്തുള്ളൂ. എന്താണ് സാധനം? S1 P3 D5 ഓർബിറ്റൽ അല്ലേ. പഠിച്ചാണ് രണ്ടാമത്തെ പാഠത്തില്. അപ്പൊ എസിൽ 1 പറ്റത്തുള്ളൂ, പിയിൽ 1. അപ്പം പിക്ക് എന്ത് പരമാവധി 3 വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഡി സ്റ്റാർട്ട് ചെയ്യും. ഡി എങ്ങനെ വരെ പോകും? 5 വരെ പോകും. ഓക്കെ. അപ്പൊ ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. കിട്ടുന്ന ഉത്തരം 2 ആണെങ്കിൽ എസിൽ 1 പിയിൽ 1. കിട്ടുന്ന ഉത്തരം 3 ആണെങ്കിൽ എസിൽ 1 പിയിൽ 2. ബാക്കി എഴുതാമല്ലോ. ഓക്കെ അല്ലേ? നോട്ട് വേണമല്ലോ, എടുത്തോളൂ. മറത്തരാം. ഓക്കെ, തുടങ്ങാം. നോക്കിയോ, BeCl2. അപ്പൊ നമുക്ക് ആദ്യം ബെർലിയോണ് ഒരെണ്ണം ഉള്ളതല്ലേ. അപ്പൊ ബെർലിയോണ് സെൻട്രൽ ആറ്റം ആണല്ലോ. ഹൈബ്രിഡേഷൻ കണ്ടുപിടിക്കാം. ഹൈബ്രിഡേഷൻ ഈക്വൽ ടു ബെർലിൻ എത്ര? ബോണ്ട് പെയർ എത്ര ഉണ്ട്? 2 എണ്ണം അല്ലേ. 2 എണ്ണം ഉണ്ട്, കാരണം 2 ക്ലോറിനേ ഉള്ളൂ. എന്നിട്ട് ലോൺ പെയർ കണ്ടുപിടിക്കും. ലോൺ പെയർ ബെർലി അറ്റോമിക് നമ്പർ എത്ര? 4 ആണ്. സോ 2 2 വാലൻസ് ഷെല്ലിൽ 2 എണ്ണേ ഉള്ളൂ. സോ ആ 2 മൈനസ് ഈ 2. അപ്പൊ എത്ര? 0. അപ്പൊ ലോൺ പെയർ എത്ര? ലോൺ പെയർ 0. സോ 2 കിട്ടി. 2 കിട്ടിയതാണ് എസിൽ 1 പിയിൽ 1. അപ്പൊ SP ആണ് സ്ട്രക്ചർ. ഹൈബ്രിഡേഷൻ എന്ത് കിട്ടി? SP ആണെന്ന് കിട്ടി. ഒന്നെങ്കിൽ SP കണ്ടുപിടിക്കാം. ഇനി നോക്കിയോ, ഇനി എന്തൊരു സംഭവം അറിയാമോ? നോക്കിയാണെ ബെർലി ഒരെണ്ണല്ലേ ഉള്ളൂ, ക്ലോർ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും ഒരു റിപ്പൾഷൻ കുറവുള്ള രീതിയിൽ എങ്ങനെ വെക്കാൻ പറ്റും? ഞാൻ എന്താ ബെർലി ഇങ്ങനെ വെച്ചിട്ട് ക്ലോറിന് ഇങ്ങനെ വെച്ചാൽ സംഭവിക്കും. ഇവരുടെ ആംഗിൾ കുറവല്ലേ. അപ്പൊ എന്താ അട്രാക്ഷൻ റിപ്പൾഷൻ കൂടുതലല്ലേ. ഈ റിപ്പൽ ഇത് നല്ല ദൂരെ പോയി നിൽക്കണ്ടേ. അങ്ങനെ പോയി പരമാവധി ഇവിടെ നിൽക്കും. പരമാവധി കണ്ട ഇവിടെ നിൽക്കൂലേ അല്ലേ. അവരെ കൊണ്ട് പെട്ടെന്ന് പരമാവധി റിപ്പൾഷൻ എത്രയാണ്? സ്ട്രേറ്റ് വരാമ്പോഴല്ലേ. അല്ലെങ്കിൽ ഏത് ആംഗിൾ വെച്ചാലും നോക്ക്, അവർ അടുത്തടുത്തല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ക്ലോറിന് എന്ത് ചെയ്യും? പരമാവധി റിപ്പൽ ചെയ്ത് പോയി 180 ഡിഗ്രി നിൽക്കും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നേ? BeCl2ന് എന്ത് കിട്ടുന്നേ? 180 ഡിഗ്രി കിട്ടി, ലീനിയർ ഷേപ്പ് ആകുന്നത്. ഓക്കെ. അപ്പം SP ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലീനിയർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു AB2 ആണെങ്കിലും ലീനിയർ ആണെന്ന് പറയാം. അതിനുള്ള കാരണമാണ് ഇപ്പൊ പറഞ്ഞ. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി പറഞ്ഞത് അറിയാമോ? നിങ്ങൾക്ക് ഈ ഹൈബ്രിഡേഷൻ ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ അവിടെ പോയി പഠിച്ചിട്ട് പിന്നെ തിരിച്ചുകൂടെ പഠിക്കണ്ടേ? അത് മെനക്കേടല്ലേ. ഒരുമിച്ച് പഠിച്ചു പോകണല്ലേ നമുക്ക് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മള് BeCl2 നോക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ ഞാൻ പറഞ്ഞത് AB2 ആണ് സ്ട്രക്ചർ. അപ്പൊ നടുക്ക് ബെർലിയം വരും, 2 ക്ലോറിന് അപ്പുറം ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 180 ഡിഗ്രി വരും.
ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ലീനിയർ ഷേപ്പ്. അപ്പൊ ഷേപ്പ് എന്താണ്? ഷേപ്പ് ലീനിയർ ആണ്. അപ്പൊ ഒറ്റ വീഡിയോ തന്നെ എന്താ പഠിപ്പിക്കുന്നുണ്ട്? ഹൈബ്രിഡേഷൻ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ലീനിയർ സ്ട്രക്ചർ പഠിപ്പിക്കാൻ പഠിക്കുന്നുണ്ട്, ആംഗിൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ദിവസം പോകാം. നോക്കിയാണേ, അടുത്ത ദിവസം നോക്കാം. നോക്കിയാണേ BF3 നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ, ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ കണ്ടുപിടിക്കണം. നോക്കാണ് ബോണ്ട് പെയർ എത്ര ഉണ്ട്? 3. ലോൺ പെയറോ കണ്ടുപിടിക്കാം. ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. സോ 2, 3. അപ്പൊ എന്ത് ചെയ്യണം? ഈ 3 നിന്നും ഈ 3 കുറയ്ക്കണം. 3 - 3 0. സോ ലോൺ പെയർ എത്ര? 0. എന്ത് കിട്ടി? 3 കിട്ടി. ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്താണ്? S1 P2 sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സ്ട്രക്ചർ നോക്കാം. നോക്കടാ, ഒരു ബോറോണും ഉണ്ട്, ബാക്കി 3 ഫ്ലൂറിൻ. ഈ ഫ്ലൂറിനും പരസ്പരം എങ്ങനെ റിപ്പൽഷൻ കുറയ്ക്കാൻ പറ്റുമായിരിക്കും? പരമാവധി ദൂരം വെക്കണ്ടേ? പരമാവധി എങ്ങനെ വെക്കാം? വേണ്ട, ഇങ്ങനെ ദൂരത്തിൽ വെക്കാം അല്ലേ? പരമാവധി പറ്റുന്ന ദൂരം എത്രയാണ്? ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എത്ര? 120 ഡിഗ്രി വെക്കാം. പരമാവധി 120 ഡിഗ്രി വെച്ച് എന്ത് ചെയ്യാം? ഇവരെ പരമാവധി ദൂരത്തിൽ കൊണ്ടുവരാം അല്ലേ? ഇനി കുറച്ചാണ് സംഭവിക്കും, ഏതെങ്കിലും ആംഗിൾ അടുത്തതായി പോകും. അത് പറ്റൂല. എന്ത് ചെയ്യാം? ബോറോൺ അടുത്ത് വെച്ച് ഫ്ലൂറിൻ എന്ത് ചെയ്യാം? 3 മൂലയ്ക്ക് വെക്കാം. ആണല്ലോ. ഷേപ്പ് നോക്കാം. ഷേപ്പ് എങ്ങനെ വരും? ഈ പറഞ്ഞ ബോറോൺ ഇരിക്കുന്ന അതേ പ്ലെയിനല്ലേ എല്ലാ ഫ്ലൂറും ഇരിക്കണേ. ഇനി ഷേപ്പ് കണ്ടാൽ തോന്നണ? ഈ ഷേപ്പ് കണ്ട ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരു ട്രയാങ്കിൾ ആയില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ. ഒറ്റ പ്ലെയിനാണ് നിൽക്കണം, ഷേപ്പോ ട്രയാങ്കിൾ പോലെ. അതുകൊണ്ട് ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ ഇങ്ങനെ പറയാം. അപ്പം ചുരുക്കി പറഞ്ഞ AB3 അല്ലേ? AB3 ആണെങ്കിൽ എന്ത് വരും? ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ വരും. അവർക്കിടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രിയും. ഓക്കെ, അപ്പൊ sp2 ആണ് ഇവർക്കിടയ്ക്കുള്ള ഹൈബ്രിഡൈസേഷനും. ഓക്കെ, അടുത്തതായിട്ട് പോട്ടാ മാക്കിയാണേ. അടുത്ത ദിവസം നോക്കാം. CH4 നോക്കാം. CH4 മീഥേൻ. ഇതിന്റെ ബോണ്ട് പെയർ ഹൈബ്രിഡേഷൻ നേരത്തെ പറഞ്ഞാണ്. ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ്? ഹൈബ്രിഡേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ. അപ്പൊ എത്ര? ബോണ്ട് പെയർ 4 ഉണ്ട്, 4 പ്ലസ് ലോൺ പെയർ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. സോ 2, 4. ഈ 4 കുറയ്ക്കുക 0. സോ എന്ത് കിട്ടി? 4 കിട്ടി. 4 S1 P3. അപ്പോഴേ 4 കിട്ടുള്ളൂ. S1 P3. അപ്പൊ എന്തായാലും 4 ആയി. S1 P3. സ്ട്രക്ചർ നോക്കാം. നോക്കിയാണേ, സ്ട്രക്ചർ പറഞ്ഞല്ല. നോക്കിയാണേ, നമ്മൾ എന്താ ആലോചിക്കും? നമ്മൾ എന്ത് വിചാരിക്കും? കാർബൺ അടുത്ത് വെക്കും, എന്നിട്ട് മുകളിലും താഴെ അപ്പുറം സൈഡ് വെച്ചിട്ട് ഒരു കുരിശ് പോലെ ഫിഗർ. അല്ല, അങ്ങനെയല്ല. നോക്കിയാണേ, ഇത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരെണ്ണം മുകളിലോട്ട്, ബാക്കി എല്ലാം കൂടെ താഴോട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഇതുപോലെ ഇങ്ങനെയാണ് സാധനം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം ഡിസ്റ്റൻസ് കൊണ്ടുവരാൻ പറ്റൂ. നമ്മൾ 2Dയിലല്ല ആലോചിക്കേണ്ട, ഫിഗർ ഒക്കെ ഇരിക്കുന്നത് 3Dയിലാണ്. 3Dയിലാണ് ആലോചിക്കാൻ. 3Dയിൽ എങ്ങനെ ഷേപ്പിൽ എന്ത് ചെയ്യാം? മാക്സിമം ഡിസ്റ്റൻസ് കുറയ്ക്കാം എന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഒരെണ്ണം ഇവിടെ വരും, പിന്നെ 3 ഇങ്ങനെ. ഓക്കെ, എങ്ങനെ പറയാം? കുടക്കമ്പി അഴയ്ക്കാൻ പോലെ അല്ലേ? ഇങ്ങനെ ഇരിക്കും സാധനം. ഓക്കെ, ഇതാണെന്ത് sp3 സ്ട്രക്ചർ എന്ന് പറയണേ. ഓക്കെ, നോക്കാം അങ്ങനെ വരുന്നു. നോക്കിയാണേ, നമ്മുടെ കാർബൺ എവിടെ ഇരിക്കും? ഒരു ഹൈഡ്രജൻ മുകളിലോട്ട്, പിന്നെ ഒരെണ്ണം ഇതിങ്ങനെ ഇരിക്കണം 3Dയിൽ. ഒരെണ്ണം അകത്തോട്ടാണ്, ഒരെണ്ണം അങ്ങോട്ടാണ്, ഒരെണ്ണം ഇങ്ങോട്ടാണ്, ഒരെണ്ണം മുകളിലോട്ടാണ്. അത് മനസ്സിലായോ? ഒരെണ്ണം മുകളിലോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, അങ്ങനെയാണ് ഇരിക്കണം. ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. ഇത് ഷേപ്പ് നേരത്തെ പറഞ്ഞാൽ എന്താണ് ഷേപ്പ്? എന്താണ് ഇതിന്റെ? ടെട്രാഹെഡ്രൽ. എന്താണ്? ടെട്രാഹെഡ്രൽ. ഇതൊക്കെയാണ് ഇവർക്കിടയ്ക്കുള്ള ആംഗിള് 109.5 ഡിഗ്രി. 109.5 ഡിഗ്രി അഥവാ 109.28 മിനിറ്റ് എന്ന് പറയും. അത് വേണ്ട, 109.5 ഡിഗ്രിയാണ് ഇവർക്കിടയ്ക്കുള്ള ആംഗിള്. അപ്പൊ ചുരുക്കി പറഞ്ഞ sp3 ആണെങ്കിൽ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ആയിരിക്കും. ആംഗിള് 109.5 ഡിഗ്രിയാണ്. അങ്ങനെ പറയാം നമുക്ക്. AB4 ഇങ്ങനെയാണ് കോമ്പോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ടെട്രാഹെഡ്രൽ ഷേപ്പ് വരും, 109.5 ഡിഗ്രി വരും. ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് വരച്ചു നോക്ക്. അല്ലേ? ഇങ്ങനെ ഷേപ്പ് ഉണ്ടോ എന്ത് വിളിക്കുന്നത്? ടെട്രാഹെഡ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പോവാം. മാറ്റിയാണേ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്താണ് PCl5. വീണ്ടും പറയാം, അറ്റോമിക് നമ്പർ ആദ്യത്തെ 30 നിങ്ങൾ പഠിച്ചേക്കുള്ളൂ. അതൊരു എനിക്കൊന്നും ചെയ്യാക്കൂല. നോക്കിയാണേ,
ഹൈബ്രിഡേഷൻ കണ്ടുപിടിക്കാം. ഹൈബ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും സമ്മാണ്. ബോണ്ട് പെയർ എത്ര? 5 എണ്ണം ഉണ്ട് അല്ലേ? കാരണം എന്താണ്? പി ആണ് ഒറ്റയ്ക്ക് നിൽക്കണേ, അപ്പൊ അതിന്റെ കൂടെ ഉള്ളത് 5 എണ്ണം. 5 പ്ലസ് ലോൺ പെയർ കണ്ടെത്താം. ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്. സോ 2, 8, 5. ലാസ്റ്റ് ഈ 5ഉം ഈ 5ഉം തമ്മിൽ കുറയ്ക്കാം. 5 - 5 = 0. സോ ലോൺ പെയർ എത്ര? 0, 5 കിട്ടി. അപ്പൊ 5 ആയപ്പോഴത്തെ മനസ്സിലാക്കാം എസിൽ 1 അല്ലെ? എസിൽ 1. പിയിൽ പരമാവധി എത്ര? 3. 1 4 ആയിട്ടുള്ളൂ. ഇപ്പൊ ഡിയിൽ 1. അപ്പൊ sp3d എന്ന് പറയാം. എസിൽ 1, പിയിൽ 3, ഡിയിൽ 1. ഓക്കെ, ഷേപ്പ് നോക്കാം. നോക്കിയാണേ, പി അടുക്ക് വെച്ചു. 3 എങ്ങനെ വയ്ക്കുമായിരുന്നു? ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വയ്ക്കും അല്ലേ? 3 ട്രയാങ്കിൾ പോലെ. 2 എണ്ണം വേണ്ടേ? ആ 2 എണ്ണത്തിനെ മുകളിലും താഴെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, മുകളിൽ താഴെ കൊണ്ട് വയ്ക്കാം. നോക്കാം, ഇത് നോക്ക്, ഇതെന്തായി? ട്രയാങ്കിൾ ആയില്ലേ? ട്രയാങ്കിൾ ആയല്ലോ. ഈ ട്രയാങ്കിളിന്റെ മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം അങ്ങനെയല്ലേ ഇരിക്കണേ? ധാരാളം ക്ലോറിൻ അല്ലേ? സോ ക്ലോറിൻ വെക്കാം. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. ഓക്കെയാണേ. സമ പറയുന്നില്ല. ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുക. ഈ സർഫസിന്റെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത 3 ക്ലോറിൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നേരെ മണ്ടയിൽ ഒരു ക്ലോറിൻ, താഴെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. കാര്യം മനസ്സിലായോ? ട്രയാങ്കിൾ സ്ട്രക്ചർ. ഇവിടെ ട്രയാങ്കിൾ സ്ട്രക്ചർ ആലോചിക്കുക. അതിന്റെ മുകളിൽ ഒരു ക്ലോറിൻ, താഴെ ഒരു ക്ലോറിൻ. ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇതിന്റെ പേര് നോക്കാം. നോക്കിയാണേ, ഇപ്പൊ എന്താടാ? ഇതൊരു പിരിവിഡ് ആയില്ലേ? ഒരു ട്രയാങ്കിൾ പിരിവിഡ് ആയില്ലേ മുകളിലോട്ട്? അതേപോലെ താഴോട്ട് വരയ്ക്കാനാണ് എനിക്ക്. താഴോട്ട് മുകളിലോട്ട് 2 പിരിവിഡ് ഇല്ലേ? മുകളിൽ പിരിവിഡ് ഉണ്ട്, താഴെ പിരിവിഡ് ഉണ്ട്. മുകളിലുള്ള ട്രയാങ്കിൾ പിരിവിഡ് ആണ്, താഴെയുള്ളതും ട്രയാങ്കിൾ ആണ്. അപ്പൊ എങ്ങനെ വിളിക്കാം? ട്രയാങ്കിൾ ബൈ പിരമിഡൽ. കാരണം എന്താണ്? 2 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ട്രയാങ്കിൾ ആണ്. മുകളിലൊരു പിരമിഡ്, താഴെ പിരമിഡ്. അപ്പൊ 2 എണ്ണം ആയില്ലേ? അപ്പൊ ട്രയാങ്കിൾ ബൈ പിരമിഡൽ സ്ട്രക്ചർ ആണ്. ഷേപ്പ് വേറെ ഒന്നുമല്ല. ഇവർക്കിടയിൽ 120 ഡിഗ്രിയും ഇവർക്കിടയിൽ 90 ഡിഗ്രിയും. ആർക്കിടയിൽ? ഈ രണ്ടിനിടയ്ക്ക് 90 ഡിഗ്രിയും. ഓക്കെ, അതുകൊണ്ടാണ് 2 ആംഗിൾ നേരത്തെ വരച്ചത്. 90 ഡിഗ്രിയും 120 ഡിഗ്രിയും. ഓക്കെ, അത് ഈ ട്രയാങ്കിൾ ഇല്ലേ? താഴെ ട്രയാങ്കിൾ, അതിനിടയ്ക്ക് 120 ഡിഗ്രിയും മോള് പറഞ്ഞ സാധനം അവർ തമ്മിൽ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രി ആണെന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? AB5 ആണ് സ്ട്രക്ചർ എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാഗണൽ ബൈ പിരമിഡ് കിട്ടും. sp3d ആണ്. രണ്ടും പഠിപ്പിക്കണത് ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയാണേ. ഓക്കെ, അടുത്തതായിട്ട് പോവാം. മാറ്റിയാണേ. അടുത്ത നോക്കാം. അടുത്ത SF6 നോക്കാം. SF6 നോക്കിയാണേ. ഹൈബ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈബ്രിഡേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ. എത്ര? 6 പ്ലസ് ലോൺ പെയർ കണ്ടുപിടിക്കാം. ഹൈബ്രിഡേഷൻ ഓക്കെയാണേ. സൾഫർ അറ്റോമിക് നമ്പർ എത്ര? 16 ആണ്. സോ 2, 8, 6. ഇയാളെ 6 കുറച്ചാൽ 0. സോ നമുക്ക് എന്ത് കിട്ടി? 6 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എസിൽ 1 പരമാവധി പറ്റണത്, പിയില് 3, മൊത്തം 4 ആയി. ഡിയില് 2, 3, 4, 4, 6. sp3d 6 ആയല്ലോ. ഓക്കെ, അപ്പൊ എന്തായി? sp3d ആണ് ഇതിന്റെ, sp3d2 ആണെന്ന് SF6ന്റെ സംഭവം. സ്ട്രക്ചർ വരയ്ക്കാം. നോക്കിയാണേ. അപ്പൊ ഞാൻ സൾഫർ അടുത്ത് വെക്കാം. അടുത്ത് വെച്ച് ഇത് 4 ഹൈഡ്രജൻ ഫ്ലൂറിൻ അല്ലേ? ഫ്ലൂറിൻ എന്ത് ചെയ്യാം? 4 സൈഡ് വെക്കാം. ഇപ്പൊ എന്തായി? ഒരു സ്ക്വയർ പോലെ ആയി അല്ലേ? ഇനി എന്ത് ചെയ്യാം? സൾഫറിന്റെ മണ്ടൽ ഒരെണ്ണം, താഴെ ഒരെണ്ണം അല്ലേ? ഒരു സർഫസ് ആലോചിക്കുക, ഒരു സ്ക്വയർ സർഫസ് ആലോചിക്കുക. അടുത്തായിരിക്കാണ് നമ്മുടെ സൾഫർ ഇരിക്കുകയാണ്. 4 മൂലയ്ക്ക് എന്തുണ്ട്? 4 ഫ്ലൂറിൻ ഉണ്ട്. സൾഫറിന്റെ മണ്ടൽ ഒരു ഫ്ലൂറിൻ, താഴെ ഒരു ഫ്ലൂറിൻ. അപ്പൊ എന്തായാലും മുകളിൽ ഒരു ഫ്ലൂറിൻ, താഴെ ഫ്ലൂറിൻ. അപ്പൊ ഇതാണ് ഇത് ട്രയാങ്കിൾ. ഇത് എന്തായി? ഒരു സ്ക്വയർ ആയി ആണല്ലോ. ഒരു സ്ക്വയറിന്റെ മണ്ടയിൽ ഒരു ഫ്ലൂറിൻ, താഴെ ഒരു ഫ്ലൂറിൻ. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ താഴെ എന്നിട്ടും ഒരു സ്ക്വയർ പിരമിഡ് കിട്ടും ആണല്ലോ. അതേപോലെ മുകളിൽ വരച്ചാലും അതേപോലെ എന്തെയും ഒരു സ്ക്വയർ പിരമിഡ് കിട്ടും ആണേ. അപ്പൊ എങ്ങനെ പറയാം? സ്ക്വയർ ബൈ പിരമിഡൽ എന്ന് വിളിക്കാം. അതിനെ ചുരുക്കിയിട്ട് അവര് ഒക്ടാഹെഡ്രൽ എന്ന് വിളിക്കും. ഒക്ടാഹെഡ്രൽ. അപ്പൊ എങ്ങനെ പറയാം? AB6 ആണ് സാധനമെങ്കിൽ എന്തായിരിക്കും? ഒക്ടാഹെഡ്രൽ ആണ്. sp3d2 ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ. ഒരുമിച്ച് കഴിയും കേട്ടോ, അതുകൊണ്ടാണേ. ഓക്കെ,
അടുത്തതായിട്ട് പോവാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ലോൺ പെയർ എന്താണ്? 0 ആണ്. അപ്പൊ ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രക്ചറിനകത്ത് ലോൺ പെയറിന്റെ എന്തെങ്കിലും റിപ്പൾഷൻ കാരണം തുടക്കത്തിൽ പറഞ്ഞ ഓസിമൽ വേണ്ട, ഓസ് ഇങ്ങനെ ആയി പോകുന്നു. അതേ എഫക്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ എല്ലാത്തിലും വരും. അപ്പൊ എന്ത് ചെയ്യും? ഷേപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ആ ചെറിയ വ്യത്യാസങ്ങളുള്ള ബാക്കി സംഭവങ്ങളൊക്കെ സെയിം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. മാറ്റിയാണേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോൺ പെയർ വരുന്ന ദിവസം നോക്കാം. സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ ആണ്. നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. SO2 ഹൈബ്രിഡേഷൻ കണ്ടുപിടിക്കാം. ഹൈബ്രിഡേഷൻ ഈക്വൽ ടു എന്താണ്? ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലോ. അപ്പം ബോണ്ട് പെയർ എത്ര? സൾഫർ 2 ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൂ. സോ ബോണ്ട് പെയർ 2 ആണ്. പ്ലസ് ലോൺ പെയർ നോക്കാം. സൾഫർ ആറ്റം നമ്പർ എത്ര? 16 ആണ്. സോ 2 8 6 ആണല്ലോ. നോക്ക്, ഒരു ഓക്സിജന് 2 എണ്ണം വേണം ആണല്ലോ. നേരത്തെ പറഞ്ഞു ഓക്സിജൻ എപ്പോഴും ഡബിൾ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ആണല്ലോ. അപ്പൊ ഒരു ഓക്സിജൻ 2 എണ്ണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം. അപ്പൊ എത്രയായി? 4 ഇലക്ട്രോൺ ആയി. അപ്പൊ സൾഫർ ഓൾറെഡി 4 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 എണ്ണേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഒരു ഓക്സിജൻ 2 എണ്ണം വേണം, അടുത്ത ഓക്സിജൻ 2 എണ്ണം വേണം. അപ്പൊ 4 എണ്ണം ഓൾറെഡി പോയി. ഈ 6 എണ്ണത്തില് 4 എണ്ണം ഓൾറെഡി പോയി. സോ 6 - 4 = 2. നേരത്തെ പോലെ 6 - 2 എടുക്കരുത്, തെറ്റിപ്പോകും. ഓക്കെ, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. ഡബിൾ ബോണ്ട് ആണ് പറഞ്ഞത്. ഇത്ര നമ്മൾ പഠിച്ചെല്ലാം സിംഗിൾ ബോണ്ട് ആയിരുന്നു, ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെയോ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട് 2 എണ്ണം പോകും, അപ്പോഴേ 2 എണ്ണം പോകും. 2 ഓക്സിജൻ ഉണ്ട്, 4 എണ്ണം പോയി. അപ്പൊ 6 - 4 2. 2 എന്ന് പറയുമ്പോൾ 2 എടുത്ത് ഇവിടെ എഴുതോ? ഇല്ല, കാരണം ലോൺ പെയർ ആണ്. 2 ഇലക്ട്രോൺ ചേരുമ്പോഴേ ഒരു പെയർ ആകത്തുള്ളൂ. സോ 2 എണ്ണം ചേർന്നപ്പം ഒരു പെയർ ആയി. സോ 2 1 3 എണ്ണാണ്. 3 എണ്ണായപ്പം S1 P2, S1 P2. അപ്പൊ എന്തായി? sp2 ആയില്ലേ? sp2 ആണെങ്കിൽ എന്ത് സ്ട്രക്ചറാ പറഞ്ഞേ? എന്താണ്? ട്രയാഗണൽ പ്ലാനാർ ആണല്ലോ. നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചത്. എങ്ങനെ വരയ്ക്കും? നടുക്ക് S നിൽക്കും, 2 ഓക്സിജൻ ഉണ്ട്, അപ്പുറം ഇപ്പുറം വെക്കാം. നമ്മൾ എന്ത് ചെയ്യും? മോളിലൊരെണ്ണം വെച്ചിരുന്നില്ലേ? പക്ഷെ ഇവിടെ മോളിലേക്ക് എന്തെങ്കിലും ഉണ്ടാ? ഉണ്ട്. ആരാണ്? നമ്മുടെ ലോൺ പെയർ 2 എണ്ണം ഇല്ലേ? ആ 2 എണ്ണം മോളിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് സൾഫറിന്റെ ബാക്കി പടം കംപ്ലീറ്റ് ചെയ്യാം. ഡബിൾ ബോണ്ട് ആണ്. ഈ ഓക്സിജൻ ഇപ്പൊ 1 2 3 4 ബാക്കി 4 എണ്ണം ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ റിസർച്ച് നിങ്ങൾ പഠിച്ചതാണ്, എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് വരച്ചതേ ഉള്ളൂ ഇപ്പോ. ഇനി നമ്മള് നേരത്തെ പറഞ്ഞു, കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞു ട്രയാഗണൽ പ്ലാനാർ ഇങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞല്ലേ, അറ്റ് 120 ഡിഗ്രീസ് എന്ന് പറഞ്ഞു ആണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താ ഇരിക്കണേ? ബോണ്ട് ആണോ? അല്ല, ബോണ്ട് അല്ല. പകരം ആരായിരിക്കണേ? പകരം ഇരിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ലോൺ പെയർ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നത് ലോൺ പെയർ റിപ്പൾഷൻ വളരെ വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണ് ഇതിനെ പിടിച്ച് അങ്ങോട്ടാക്കും, ഇതെന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാക്കും ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ഇങ്ങോട്ടായി പോകും. അപ്പൊ 120 ഡിഗ്രി കിട്ടുമോ? 120 ഡിഗ്രി കിട്ടത്തില്ല. പകരം ഇവിടെ 119.5 ഡിഗ്രി കിട്ടും. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇവിടെ 119.5 ഡിഗ്രി കിട്ടും. കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് അങ്ങോട്ട് തള്ളും അല്ലേ? ഇതെന്ത് ചെയ്യും? പിടിച്ച് ഇങ്ങോട്ട് തള്ളും. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ സാധനം കൂടെ ഇങ്ങനെ ആയി പോകും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഷേപ്പ് എടുക്കുമ്പോഴേ ഇവിടെ 2 ലോൺ പെയർ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ബോണ്ടൊന്നും ഇല്ലല്ലോ, ആറ്റം ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട് വരച്ച് കാണിക്കാനായിട്ടൊന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ കൺസിഡർ ചെയ്യൂല. പകരം ഇതിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഇതെന്ത് ഷേപ്പ് ആയിരിക്കണേ? നമുക്ക് ബി വരലിരിക്കണേ. ബി അവിടെ എന്ത് വിളിക്കാം? ഒന്നെങ്കിൽ ബി ഷേപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബെൻഡ് എന്ന് വിളിക്കാം. ബെൻഡ് വളഞ്ഞു പോയില്ലേ, വളഞ്ഞല്ലിരിക്കണേ, ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കാം. ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഷേപ്പ്, അതിന്റെ ആംഗിള്, സ്ട്രക്ചർ എല്ലാം. ഓക്കെ, അടുത്ത ദിവസം പോകാം. ബാക്കിയാണേ. അടുത്ത ദിവസം നോക്കാം അമോണിയ. അമോണിയ NH3 ഹൈബ്രിഡൈസേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ. അപ്പൊ എത്ര? 3A പ്ലസ് ലോൺ പെയർ കണ്ടെത്താം. നമുക്ക് നൈട്രജൻ അറ്റോമിക് നമ്പർ എത്ര? 7. സോ 2 5 2 5 ആണല്ലോ. നമുക്ക് ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 ന്ന് 3 കുറയ്ക്കാം. 5 - 3 = 2 കിട്ടും. 2 അർത്ഥം അല്ലേ? 2 കിട്ടിയതാണ്. ഒരു പേരല്ലേ ആയിട്ടുള്ളൂ, 1 പേര് പേരായിട്ടുള്ളൂ. അപ്പൊ എത്ര? 3 4
4 S1 P 3. ഷേപ്പ് എന്താണ്? ടെട്രാ ഹെഡ്രൽ. നമ്മൾ എങ്ങനെ വരയ്ക്കുമായിരുന്നു? ഇങ്ങനെ വരയ്ക്കും അല്ലേ? നടുക്ക് നൈട്രജൻ വയ്ക്കും, 3 ഹൈഡ്രജൻ ഇവിടെ വയ്ക്കും ആണല്ലോ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയായിരുന്നു? 109.5 ഡിഗ്രി അഥവാ 109.28 മിനിറ്റ്. അപ്പൊ നോക്കെ ഇവിടെ എന്താണ്? പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ ആരോട് ഇരിക്കണേ? നമ്മുടെ ഈ ലോൺ പെയർ, 2 ലോൺ പെയർ ഉണ്ട്, 1 ലോൺ പെയർ ആണല്ലോ. ബാക്കി ഹൈഡ്രജൻ. ഓക്കെ, ആക്കി വെക്കാം. ആംഗിൾ പറ. ഇതെന്ത് ചെയ്യും? ഇത് ഇവിടെ തള്ളൂലേ ഇങ്ങോട്ട്? ഇത് ഇങ്ങോട്ട് തള്ളൂലേ? അപ്പൊ ഈ പറഞ്ഞ 109.5 ഡിഗ്രി കിട്ടൂ? ഇല്ല, ആംഗിൾ കുറച്ച് കുറയൂലേ? ആ കുറയുന്ന ആംഗിള് എത്രയാണെന്ന് അറിയാമോ? ഈ ആംഗിൾ ആണ് 107 ഡിഗ്രി. 107 ഡിഗ്രി. കാരണം എന്താണ്? ഈ പറഞ്ഞ ലോൺ പെയർ എഫക്ട് കാരണം എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് തള്ളിക്കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? പഴയ പോലെ ഉണ്ടായിരിക്കാൻ പറ്റില്ല. ഷേപ്പ് നോക്കാം. ഷേപ്പ് എന്ത് ഷേപ്പാണിത്? എന്ത് ഷേപ്പാണിത്? ഷേപ്പ് എന്താണ്? ട്രയഗണൽ പിരമിഡൽ. നമുക്ക് ഇവിടെ പിരമിഡൽ ഇരിക്കണത് കണ്ട? ഒരു പിരമിഡ് അല്ലേ? പിരമിഡ് അല്ലേ? ഒരു ട്രയാങ്കിൾ പിരമിഡ് പോലെ ഇരിക്കണില്ലേ? അവിടെ വിളിക്കുന്നവരാണ് ട്രയഗണൽ പിരമിഡൽ. ട്രയഗണൽ പിരമിഡൽ. ട്രയഗണൽ പിരമിഡൽ. എങ്ങനെ കിട്ടിയാണ് നോക്ക്. ഇത് ഞാൻ പറഞ്ഞു, ലോൺ പെയർ കൂട്ടത്തില്ല, ലോൺ പെയർ ഷേപ്പ് കൂട്ടത്തില്ല. നോക്ക്, ഇതിലാണ് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉള്ള പിരമിഡ് ഇരിക്കണേ. ഇത് വിളിക്കാം ട്രയഗണൽ പിരമിഡൽ എന്ന് വിളിക്കാം. അടുത്ത ദിവസം നോക്കാം. മാറ്റിയാണേ നോക്കാം. അടുത്ത നമുക്ക് വാട്ടർ നോക്കാം. വാട്ടർ H2O. സെൻട്രൽ ആറ്റം ആരാണ്? ഓക്സിജൻ അല്ലേ? കാരണം ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. നോക്കാം. ഹൈബ്രിഡൈസേഷൻ എങ്ങനെ നടത്താം? ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലോ. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ. ബോണ്ട് പെയർ എത്ര? ഓക്സിജൻ 2 ആറ്റോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൂ, 2 പ്ലസ് ലോൺ പെയർ നടത്താം. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്ര? 8. സോ 2 6. ഇവിടെ ഓക്സിജൻ ആയിട്ട് സിംഗിൾ ബോണ്ടിലെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? 6 - 2 ചെയ്യാം. 6 - 2 4. 4 ഉണ്ടായപ്പോഴത്തേക്കും 2 ഇലക്ട്രോൺ പെയർ ആണല്ലോ അല്ലേ? 4 ചേരുമ്പം 2 ചേരുമ്പോ 1 ആവത്തുള്ളൂ. 4 ചേരുമ്പോ 2. അപ്പൊ എത്ര? 4 ആയി. 4 ആയപ്പം S1 P 3 sp3. sp3 ആരായി? ടെട്രാഹെഡ്രൽ ആയി. ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? എങ്ങനെ വരും ടെട്രാഹെഡ്രൽ? ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. ആരാണ്? നമ്മള് ഓക്സിജൻ ഇവിടെ വരും, ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരെണ്ണം ഇവിടെ. അങ്ങനെയാണല്ലോ വരേണ്ടത്, ആണല്ലോ വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് ഇപ്പൊ ഉള്ളത്? ലോൺ പെയർ അല്ലേ? നമുക്ക് ലോൺ പെയർ ആക്കാം. ഇവിടെ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ. നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യും? ഇവിടെ 2 എണ്ണം ഇല്ലേ? 2 എണ്ണം എന്ത് ചെയ്യും? ഒരുപാട് റിപ്പർഷൻ ഉണ്ടാക്കൂലേ? ഈ പറഞ്ഞ ബോണ്ട് ലോൺ പെയർ റിപ്പർഷൻ അങ്ങനെ വരുന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടത്തെ ആംഗിള് 104.5 ഡിഗ്രി ആകും. 104.5 ഡിഗ്രി. 104.5 ഡിഗ്രി. നമുക്ക് ഷേപ്പ് എന്തായിരിക്കും? ബെൻഡ് ഷേപ്പ് അല്ലേ? ഒടിഞ്ഞു മുഴക്കിലിരിക്കണേ. അപ്പം ബെൻഡ് ഷേപ്പ്. ആംഗിൾ എല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ആംഗിൾ ചോദിക്കാറുണ്ട്, ഷേപ്പ് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കാര്യം മനസ്സിലായാലും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോളോ ചെയ്ത് അറിയാമോ നിങ്ങൾക്ക്? ഹൈബ്രിഡേഷൻ വഴി. കാരണം പരീക്ഷയ്ക്ക് ഹൈബ്രിഡേഷൻ ചോദിക്കാറുണ്ട്, ബോണ്ട് പെയർ എത്ര ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മിക്കവാറും കണ്ടുള്ള ലോൺ പെയർ എത്ര ചോദിക്കാറുള്ളത്? ലോൺ പെയർ എത്ര ചോദിക്കാറുണ്ട്? ലോൺ പെയർ ചോദിക്കാറുണ്ട്, ഹൈബ്രിഡേഷൻ ചോദിക്കാറുണ്ട്, സ്ട്രക്ചർ ചോദിക്കാറുണ്ട്, ആംഗിൾ ചോദിക്കാറുണ്ട്, ഷേപ്പിന്റെ പേര് എല്ലാം ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഈ മെത്തേഡ് ചൂസ് ചെയ്തത്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നോക്കിയോ, നമ്മള് ഓക്കെ ഇതൊക്കെയാണ്. ഒരു ഇക്വലർ ട്രയാങ്കിളിന്റെ 3 ഭാഗമാണെന്ന് വെച്ചോ. ഇക്വലർ ട്രയാങ്കിളിന്റെ ഒരു ഇക്വലർ ട്രയാങ്കിൾ നമ്മൾ നേരത്തെ വരച്ചില്ല, ഇത്രയും വരച്ചില്ലേ? ആ സംഭവം തന്നെയാണ്. വരച്ചതേ ഉള്ളൂ. നമ്മള് കുറച്ചു മുമ്പ് ഇങ്ങനെ വരച്ചില്ലേ? ഇങ്ങനെയൊക്കെ വരച്ചില്ലേടാ? ആ സംഭവം തന്നെ. അത് കുറച്ച് ചാറ്റി വരച്ചതേ ഉള്ളൂ. എന്തിനാണ് പറഞ്ഞുതരാം. അതാണ്ട് ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്ന ഈ ബോണ്ടിനെ ഒരു ഇക്വലർ ട്രയാങ്കിൾ പോലെ ഇരിക്കണേ, അവിടെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇക്വിറ്റോറിയൽ ബോണ്ട്, ഇക്വിറ്റോറിയൽ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇക്വിറ്റോറിയൽ ബോണ്ട് എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് കുത്തനെ കുറുകെ കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ മുകളിലും താഴെ ഒരു ബോണ്ട് ഉണ്ടെന്ന് വെച്ചോ. മുകളിലും താഴെ ഒരു ബോണ്ട് ഉണ്ടെന്ന് വെച്ചോ. നമ്മൾ അതിനെ ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കും. ആക്സിയൽ ബോണ്ട്, ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, മുകളിലും താഴെയുള്ള ബോണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കും. ഞാൻ എന്താണ് പറയാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ബെൻസ് റൂൾ എന്നൊരു റൂളുണ്ട്. നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. ടെസ്റ്റിലാണെങ്കിൽ കുറെ വേറെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല കുട്ടികളെ.
അതിനുവേണ്ടിയാണ് ഞാൻ ഈ റൂൾ പറഞ്ഞു തരണം. വേറെ ഒന്നുമല്ല, ലോൺ പെയർ ഈ ഒരു കണ്ടീഷനിൽ ലോൺ പെയർ എവിടെയാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചോ അത് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ ആര് വരത്തുള്ളൂ, ലോൺ പെയർ വരത്തുള്ളൂ. ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ ലോൺ പെയർ വരത്തുള്ളൂ എന്ന് പഠിച്ചു വയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നെ രണ്ട് സ്ട്രക്ചറൊക്കെ അരച്ച് നോക്കിയിട്ട് ഈ ആ ലോൺ പെയറും ഈ സാധാ ബോണ്ട് പെയറും തമ്മിൽ എത്ര റിപ്പൾഷൻ ഉണ്ടെന്ന് നോക്കേണ്ടി വരും. അതിൽ ഏറ്റവും റിപ്പൾഷൻ കുറവായിരുന്നു നോക്കേണ്ടി വരും. അങ്ങനെ കുറവുള്ള സ്ട്രക്ചർ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വരച്ച് പഠിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. എന്ത് നോക്കിയാൽ മതി, ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ ലോൺ പെയർ വരുള്ളൂ എന്നങ്ങ് പഠിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. പണി കഴിഞ്ഞില്ലേ? അറിയാലോ, ഈ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഇക്വിറ്റോറിയൽ. അവിടെ മാത്രമേ ലോൺ പെയർ വരയ്ക്കാവൂ. വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ ഇപ്പൊ അഥവാ സംഭവം നമ്മൾ നോക്കിയോ, എന്തുകൊണ്ടാണ് നോക്കിയോണേ, ഇവിടെ ലോൺ പെയർ വയ്ക്കുകയാണെന്ന് വെച്ചോ. ഇവിടെ ലോൺ പെയർ വയ്ക്കുകയാണ്. അപ്പൊ ഈ ലോൺ പെയർ എന്ത് ചെയ്യും, ഈ ലോൺ പെയറിന് ഇത്രയും റിപ്പൾഷൻ വരും. കണ്ടാ, ഇവിടെ 3 ബോണ്ട് പെയറുമായിട്ട് ഈ ലോൺ പെയറിന് റിപ്പൾഷൻ വരും. പക്ഷെ നമ്മൾ ഇവിടെയാണ് ആ ലോൺ പെയർ വെച്ചിരിക്കണമെങ്കിൽ ഈ ലോൺ പെയറിന് ഈ രണ്ട് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ റിപ്പൾഷൻ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു ലോൺ പെയർ റിപ്പൾഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ അല്ലേ? അപ്പൊ അത് ഒഴിവാക്കണ്ടേ? എത്രത്തോളം ലോൺ പെയർ ബോണ്ട് പെയർ ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യും, അത് കുറയ്ക്കും. അല്ലെങ്കിൽ റിപ്പൾഷൻ കൂടിക്കൊണ്ടിരിക്കൂലേ, അത് കുറയ്ക്കും. അതിനാണ്. അപ്പൊ ഇത്രയ്ക്കൊന്നും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം ഇക്വിറ്റോറിയൽ പൊസിഷനില് ലോൺ പെയർ മതി. ക്വസ്റ്റ്യൻ നോക്കാം, നോക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. നോക്ക്, SF4 ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം എന്താണ് ആപ്ലിക്കേഷൻ എന്ന്. നോക്കിയാണേ, SF4 നോക്ക്, ഹൈബ്രിഡൈസേഷൻ എന്താ അങ്ങനെ വിളിക്കാം, ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലോ. എത്ര ഉണ്ട്, 4 എണ്ണം പ്ലസ് ലോൺ പെയർ ഉണ്ടാക്കാം. സൾഫർ അറ്റോമിക് നമ്പർ 8 അല്ല 16 ആണ്. 2 8 6. അപ്പൊ എന്ത് ചെയ്യാം, ഫ്ലോറിൻ സിംഗിൾ ബോണ്ടിലെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ സ്വാഭാവികമായിട്ട് കുറയ്ക്കാം. 6 - 4 എത്ര, 2. 2 മനസ്സിലാക്കാം. 2 1 അല്ലേ, 2 ചേരുമ്പോഴേ 1 ആവത്തുള്ളൂ. അപ്പൊ എത്ര, 5. 5 എസിൽ 1, പിയിൽ 3, ഡിയിൽ 1. അഥവാ sp3d. sp3d ഹൈബ്രിഡേഷൻ ആണ്, sp3d ആണ്. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നോക്കിയാണ് sp3d അല്ലേ. അപ്പൊ എന്താണ്, ട്രയഗണൽ ബൈ പിരമിഡൽ വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, സൾഫർ എടുത്ത് വെക്കാം. ശരിക്കും ഇങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്, ആണല്ലോ, ഇങ്ങനെ ഉണ്ടാവണം. പക്ഷേ ഇവിടെ എന്താണ്, ഒരിടത്ത് എന്താണ്, ലോൺ പെയർ ആണ്. 4 എണ്ണം വെച്ചാൽ മതി. 1 2 3 4 5 എണ്ണം ഉണ്ട്. അതിൽ 4 എണ്ണം എന്താണ്, 4 എണ്ണം സൾഫറും 1 എണ്ണം ലോൺ പെയർ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി ലോൺ പെയർ ആക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, ലോൺ പെയർ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ബാക്കി ഫ്ലോറിൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലോറിൻ. ഓക്കെ, സംഭവം എളുപ്പമല്ലേ? ഓക്കെ, നോക്കിയാണേ, ഇവിടെ എന്താണ്, ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അവന്റെ സ്ഥാനത്ത് ആര് വന്നു, ലോൺ പെയർ കയറി വന്നു. സംഭവം ഇത്രേ ഉള്ളൂ. ഷേപ്പ് നോക്കാം. ഷേപ്പ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ ഷേപ്പേ നോക്ക്, ഇങ്ങനെ ഒരു സാധനം കണ്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനം നമ്മളെ പാർക്കിലൊക്കെ പിള്ളേർ പോയിട്ട് ഇങ്ങനെ ആടി കളിക്കും. ഒരു കുട്ടി അവിടെ, ഒരു കുട്ടി ഇവിടെ, എന്തെങ്കിലും ആടി കളിക്കും. ഒരു കുട്ടി ഇവിടെ ഇരിക്കും, ഒരു കുട്ടി ഇവിടെ ഇരിക്കും. ഈ കൊച്ചു താരപ്പം ഇങ്ങോട്ട് പോകും, അപ്പൊ ഈ കൊച്ചു പോകും. ഇങ്ങനെ പോയി കളിക്കൂലേ? അതുപോലെ ഇരിക്കണേ, നോക്ക്, കണ്ടാണ്ട. പക്ഷെ ചരിഞ്ഞിരിക്കണേ ഉള്ളൂ, നേരെ ഊത്തുവശൊക്കെയാണ്. ഇതുപോലെ ഇരിക്കത്തുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് സീസോ സ്ട്രക്ചർ. ഓക്കെ, ഈ ഷേപ്പാണത് സീസോ ഷേപ്പ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലേ? ഈ ഷേപ്പാണ് വിളിക്കണേ. ലോൺ പെയർ ഷേപ്പി കൂട്ടത്തില്ല. വീണ്ടും ആവർത്തിക്കുന്നു, ലോൺ പെയർ ഷേപ്പി കൂട്ടത്തില്ല. ബാക്കി മാത്രമേ കൂട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. നോക്കിയാണേ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. അടുത്താണ് ClF3 ക്ലോറിൻ. നോക്കാം. ക്ലോറിൻ അല്ലോ. ഹൈബ്രിഡൈസേഷൻ എന്താ പറയാം, ഹൈബ്രിഡൈസേഷൻ ഈക്വൽ ടു ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലോ. എത്ര ഫ്ലോറിൻ ഉണ്ട്, 3 എണ്ണം. ബോണ്ട് പെയർ 3, ലോൺ പെയർ കണ്ടെത്താം. ക്ലോറിൻ അറ്റോമിക് 17 ആണ്. സോ 2 8 7. നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതാറുണ്ടേ, ഗ്രൂപ്പ് നമ്പർ അറിയാമല്ലോ. ക്ലോറിൻ 17 അപ്പൊ 7 ആണ് അതിന്റെ വാലൻസി. അങ്ങനെ എടുത്താലും മതി കേട്ടോ. പിന്നെ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 7 - ഫ്ലോറിൻ 3 ആണ്, 4 വരും. കാരണം എന്താണ്, ഡയറക്റ്റ് കുറയ്ക്കാനുള്ള കാരണം എന്താണ്, ഫ്ലോറിൻ സിംഗിൾ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. 7 - 3 4 ആയപ്പോഴത്തേക്ക് 2.
എസ് 3 5 അപ്പൊ എസിൽ 1 പിയിൽ 3 ഡിയിൽ 1 sp3d sp3d ആണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്തായി? ട്രയണൽ ബൈപൈറൽ ആയി. സോ ക്ലോറിൻ വെക്കാം, ക്ലോറിൻ വെച്ചു. ഷേപ്പ് ഇതുപോലെ അറിയേണ്ടത്. ഇതല്ലേ ഷേപ്പ്, നമ്മൾ ആദ്യം പറഞ്ഞു ഇതാണ് ഷേപ്പ് അല്ലേ, ഇതാണ് ഷേപ്പ്. ഈ ഷേപ്പില് എന്താണ് 3 എണ്ണത്തെ ഫ്ലൂറിൻ ഉള്ളൂ, 2 എണ്ണത്തെ എന്താണ് ലോൺ പെയർ ആണ്. ആദ്യം പറഞ്ഞു എന്താണ് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ, ലോൺ പെയർ വരത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ പെയർ കൊണ്ടുവരാം. ഇവിടെ ലോൺ പെയർ കൊണ്ടുവന്നു, 2 ലോൺ പെയർ ഇവിടെ കൊണ്ടുവന്നു, ബാക്കി ഫ്ലൂറിൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. സംഭവം ഇതാണ് സെറ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, എന്നിട്ട് രണ്ടെണ്ണം ലോൺ പെയർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്വിറ്റോറിയൽ പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ, ഇക്വിറ്റോറിയൽ പൊസിഷൻ കൊണ്ട് വെച്ചു. പണി കഴിഞ്ഞേ. ഈ ഷേപ്പ് ആണെന്ത്, ടി ഷേപ്പ്. അല്ല ടി പോലെ ഇരിക്കണത്, ടി പോലെ ലോൺ പെയർ കൂട്ടത്തിലാട്ടാ. സോ ടി ഷേപ്പ്. ഓക്കെ, ടി ഷേപ്പ് ആയി. അടുത്ത ദിവസം നോക്കാം, മാറ്റിയാണേ. അടുത്ത ദിവസം നോക്കാം BRFI. BRFI എളുപ്പമാണ് കേട്ടോ, അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. BRFI നോക്കാം. ഹൈബ്രിഡൈസേഷൻ നോക്കാം. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണല്ലോ. ബോണ്ട് പെയർ എത്ര? 5 പ്ലസ് ലോൺ പെയർ എത്താം. ബ്രോമിൻ അറ്റോമിക് നമ്പർ എത്ര? 35. സോ 2 8 18 2 10 10 2 10 10 10 20 28 28 22 30 35 37. ഓക്കെ, അപ്പൊ 7 ആണ്. 17 ബ്രോമിൻ. ഓക്കെ, അപ്പൊ 7 മൈനസ് ഫ്ലൂറിൻ ഒക്കെയാണ് സിംഗിൾ ബോണ്ടിലെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ 5 ഡയറക്റ്റ് കുറയ്ക്കാം. 7 മൈനസ് 5 2. 2 ആയപ്പോഴത്തേക്കും 2 ആയപ്പോ 1 അല്ലേ, 1 ആയപ്പോ 6 4 അപ്പം 6 5 6. അപ്പം എസിൽ 1 പിയിൽ 3 ഡിയില് 2 3 2 5 6. ഓക്കെ, എസിൽ 1 പിയിൽ 3 ഡിയിൽ 2. അപ്പൊ എന്തായി? sp3d2 ആയി. sp3d2 ആയി. എന്ത് ഷേപ്പാണ്? ഒക്ടാഹെഡ്രൽ ഷേപ്പ്. അതിൽ പറഞ്ഞ ഒക്ടാഹെഡ്രൽ ഷേപ്പാണ്. അപ്പൊ എന്ത് ചെയ്യാം, ബ്രോമിൻ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒക്ടാഹെഡ്രൽ അല്ലേ. അപ്പൊ നോക്കിയാണ് മൊത്തം 6 എണ്ണം വെക്കാണ്ടല്ലോ, അതില് 1 എണ്ണം ലോൺ പെയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, 6 എണ്ണം വെക്കാം. 6 എണ്ണം വെക്കണം അല്ലേ. പക്ഷെ 1 എന്താണ് ലോൺ പെയർ ആണ്. സോ ലോൺ പെയർ ഉണ്ടെന്ന് ഞാൻ ലോൺ പെയർ കൊണ്ട് വെക്കാം. ലോൺ പെയർ വെച്ചു, ലോൺ പെയർ വെച്ചു. ബാക്കി ഫ്ലൂറിൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലൂറിൻ ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഇത് ഷേപ്പ് എന്ന് പറയാം നമുക്ക്. ആ ഷേപ്പ് നോക്ക്, ഇത് നോക്കി, ഇത് സ്ക്വയർ അല്ലേ, ഈ സ്ക്വയർ. ഇതെല്ലാം കൂടെ ചാർട്ട് കാണിച്ചാൽ സ്ക്വയർ പിരമിഡ് കിട്ടും. സോ സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ ആണ്, സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ ആണ് ആണല്ലോ അല്ലേ. ഇതെല്ലാം സ്ക്വയർ ആയി, ബാക്കി എല്ലാം കൂടെ ഇറക്കിയാണെങ്കിൽ സ്ക്വയർ പിരമിഡൽ. അപ്പൊ ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ, സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ. ഓക്കെ, എല്ലാം ഹൈബ്രിഡേഷൻ ആയി, ലോൺ പെയർ ആയി, ബോണ്ട് പെയർ ആയി. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. നോക്കിയാണേ, അടുത്ത ക്വസ്റ്റൻ ആണ് XeF4. XeF4 ഹൈബ്രിഡേഷൻ നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ ആണ്. ബോണ്ട് പെയർ എത്ര ഇവിടെ? 4 പ്ലസ് ലോൺ പെയർ കണ്ടെത്താം. Xe അറ്റോമിക് നമ്പർ എനിക്ക് 54 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം സെനോൺ എന്താണ് നോബിൾ ആറ്റം അല്ലേ. സോ ഉറപ്പായിട്ടും 12 ഗ്രൂപ്പ് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 8 ഉള്ളൂ, 8. സോ 8 മൈനസ് 4 8 മൈനസ് 4 4 ആയപ്പോഴത്തേക്ക് 2 വരും അല്ലേ. ഇപ്പൊ 4 6. അപ്പൊ എസിൽ 1 പിയില് 3 ഡിയില് 2. അപ്പൊ sp3d2 സെയിം ഒക്ടാഹെഡ്രൽ വരും. നോക്കിയാം, സെനോൺ വയ്ക്കാം. സെയിം ഒക്ടാഹെഡ്രൽ ആണ് വരേണ്ടത്. ഇവിടെ 4 ഉള്ളൂ, ബാക്കി 2 ലോൺ പെയർ. അപ്പൊ ഇവിടെ 2 ലോൺ പെയർ, 2 ലോൺ പെയർ. ബാക്കി അടുത്ത് ഫ്ലോറിൻ കൂടെ വയ്ക്കാം. എന്താ കിട്ടി? എന്ത് സ്ട്രക്ചർ ആണിത്? ഒരു സ്ക്വയർ കിട്ടി. അപ്പൊ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ അല്ലെ, സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.